ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. മലയജസുരഭില പുളകിത നിമിഷമിതേ. നീ എന്നോട് ഈ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന നിലവിലെ പിശാചി വീട്ടിൽക്കൂടാ ഏറെ പോകാനാ പറഞ്ഞത്. ഇടിച്ചു നിന്റെ പുത്തും പഴവും ഞാൻ പുറത്തേക്കും. പ്രധാനമായിട്ട് താങ്കളുടെ ടോപ്പ് റേഞ്ചിൽ വരുന്നത് ടോപ്പ് 10 എന്ന് പറയാൻ പറ്റിയ സാധനങ്ങൾ? ടോപ്പ് 10 എന്ന് പറയാൻ പറ്റിയത് ഞാൻ മെയിനായിട്ട് എന്റെ മാസ്റ്റർ പീസ് സാധനം എന്ന് പറയുന്നത് MS തൃപ്പൂണിത്തുറ, ജനാർദ്ദനൻ, മാമുക്കോയ, പപ്പു, ലാലോലക്സ്, അങ്ങനെ. ഓ എത്ര പറ്റി കർത്താവേ. എടാ തമ്പി, നീ എന്നും എനിക്കൊരു കൊച്ചു തുമ്പിയ. ദേ നിന്റെ വേല ഞാൻ നൂല് കെട്ടി നിന്നെ കൊണ്ട് ഞാൻ കല്ലെടുപ്പിക്കും. എടാ പൊന്നപ്പ, എടാ തങ്കപ്പ, ദേ അവന്റെ 2 കാല് പഠിച്ചൊടിക്കടാ. അയ്യോ എന്റെ കാലല്ല, ദേ അവന്റെ കാല്. ചെല്ലു ചെല്ലു. ഞാൻ വരിയായിരുന്നു. ആനയും കുതിരയും അയ്യ ആയിസ അന്റെ കാര്യം നമ്മളേറ്റ്, അന്നുമ്മാന്റെ കാര്യം വാപ്പയേറ്റ്. സംഘോഷ്ണം കണ്ണുകഴിയുമ്പോ സറന്തല് വാപ്പാനെ മുഖം വരും. അല്ല വളച്ചോന് അസ്സലാമലൈക്കും വാലൈക്കും അസ്സലാം. ഞാൻ ഈ ഉദ്ഘാടന പരിപാടിക്കൊന്നും പോവാറില്ല. അതൊക്കെ ഒരുപാട് തൊല്ല പിടിച്ച പണിയാണോ. പിന്നെ തന്നെ കുറിച്ച് കേട്ടപ്പോ ഒന്ന് കാണണമെന്ന് തോന്നി. കണ്ടു, തൃപ്തിയായി. ആസത്ത് ഇനി ഞാനൊരു പാട്ട് പാടാം. സടക്ക് വച്ചിരിക്ക, ഇറങ്ങി വച്ചിരിക്ക, വറുത്ത കോഴി മുളക് പോട്ട് പൊടിച്ചു വച്ചിരിക്ക. കോഴി രുചിയായിരുന്ന കോഴി എനക്ക്. അല്ലാതെ ഇപ്പൊ എന്താ പറയുക. ഞാനങ്ങോട്ട് വരട്ടെ. തൃപ്തിയായി. ആസത്ത്. അടുത്തായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമാ വേദിയിലെത്തി വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്നും കോമഡി കഥാപാത്രങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ച കൊച്ചിൻ ഹനീഫ. ആസവ കിരിക്കട ദിവസം കുത്തി വളർത്തേ സേതക്കാരുടെ കാശ. ആസവ എന്റെ ഇരിക്കുന്ന സാധനം കേട്ടാ മലപ്പുറത്ത് പന്ത കുത്തി വളർത്തിക്കളെ. ആസവ ഇനി ഞാൻ പാട്ട് പാടാം. അന്തക്കടപ്പുറത്ത് റോഡിൽ കൂടെ എടുത്ത് 4 കുട്ടി പുറക്കെടുക്കാൻ ആരാണ്? നിന്റെ അപ്പൻ. വട്ടണ പന്ത്. അടുത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ചെമ്മീൻ എന്ന ചിത്രത്തിലെ പരീക്കുട്ടിയെ അനുശ്വരനാക്കിയ ശ്രീ മധു ആണ്. മധു. എടാ രാഘവ, എനിക്ക് നിന്നോടായി ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ കല്യാണിയക്കയുടെ മകൾ രാജലക്ഷ്മിയെ നിനക്ക് എന്താടാ ബന്ധം? ചോദിച്ചു കേട്ടില്ലേ? പ്രേമെന്നും മണ്ണാങ്കട്ടെന്നൊക്കെ പറഞ്ഞ് അവളുടെ പുറകെ നടന്നിട്ട് ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ നിനക്ക് അവളെ വേണ്ടതായി. കടന്നുപോടാ എന്റെ മുമ്പിൽ നിന്ന്. എടാ കടന്നു പോകാൻ. അടുത്തതായിട്ട് മലയാള സിനിമയിലെ ലാളിത്യമാർന്ന മറ്റൊരു താരമുണ്ട്, ശ്രീ ലാലു അലക്സ്. അദ്ദേഹത്തെ ഞാനൊന്ന് അവതരിപ്പിക്കാം. പേഴ്സണലായിട്ട് അറിയുക നല്ല സൂസി. പ്രേമിക്കാൻ വേണ്ടി ഞാൻ പെൺപിള്ളേരെ വിശീകരിക്കാറില്ല. ഞാൻ വിശീകരിച്ച പെൺപിള്ളേരൊന്നും എന്നെ പ്രേമിക്കാതെ പോയ ചരിത്രമില്ല. സൂസി, നീ എന്റെ അമ്മച്ചിയെ തല്ലി,
എനിക്ക് നിന്നെ തിരിച്ചു തല്ലാൻ അറിയാമെന്നിട്ടല്ല, നീ ഒരു പെണ്ണായി പോയി. ഒരിക്കൽ നിന്റെ മോള് നിന്നെ തല്ലാണ്ടിരിക്കട്ടെ. അമ്മച്ചി വാ, ഇനി ഞാനൊരു പാട്ട് പാടാം. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ അവൾ കൊണ്ട് വാട്ടിവാ അപ്പവാതി വേഴ്സോടെ ലൈക്ക് ഇട്ട് ഇൻ ദി സ്കൈ. എന്നാ ഞാനങ്ങോട്ട് വരട്ടെ. അടുത്തതായി മലയാള സിനിമയിൽ നിന്നും ഒരു സൂപ്പർ താരം നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. KP ഉമ്മർ. മോളെ ശോഭേ, ഞാനൊരു വികാര ജീവിയാണ്. നീ എന്നോട് സഹകരിച്ചാൽ നിനക്ക് ഞാൻ ആനയെ വാങ്ങിത്തരാം, ചേനെ വാങ്ങിത്തരാം, ആന പിണ്ടം വാങ്ങിത്തരാം. അതല്ല, പുത്തൂരം വീടിന്റെ മുറ്റത്ത് വന്ന് അനാവശ്യം സംസാരിച്ചാൽ കൊന്നുകളയും നിന്നെ, അഹങ്കാരി. ഇനി ഫീമെയിലില് എനിക്ക് തോന്നുന്നു അടൂർ ഭവാനി, പിന്നെ ആറന്മുളപ്പൊന്നമ്മ. അതൊന്നുമില്ല. നാരായണ നാരായണ നാരായണ. മോനെ പ്രഭാര, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിന്നോട് പറയുവാനുണ്ട്. നീ എത്രയും പെട്ടെന്നൊരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി സുഖമായിട്ട് ജീവിക്കുന്നിട്ട് വേണം അമ്മയ്ക്കൊന്ന് കണ്ണടയ്ക്കാൻ. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്, എന്റെ മോൻ പോയി എടുത്ത് കഴിക്കും. നാരായണ നാരായണ നാരായണ. അടൂർ ഭവാനി. എന്തോന്നാണ് വിളിച്ചത്? അമ്മൂമ്മ എന്നോ? കാണാനോ പറ്റാത്തതും തലയറിച്ചിരിക്കുന്നതും എന്നോട് കുഴപ്പമുണ്ടല്ലയോ? എന്റെ മക്കളെ എന്നെ ചേച്ചി വിളിച്ചാ മതി. കേറി പോടാതൊക്കെ അവിടുന്ന്. വളരെ നല്ലൊരു സംഭവം. முடிய வெட்டுறேன் மொட்டை, துணிய வெட்டுறேன் சட்டை, தடிய வெட்டுறேன் கட்டு. அது இந்த நேரத்தில் வெட்டணும்னு நீங்க நல்லா தெரியும். டாய் சீட்டப்பா கூப்பிடுறா, சீட்டப்பா வர்றேன்.